ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഒരു ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വേറെ ട്രേഡ് എൻ്റർ ചെയ്തിരുന്നു. അത് എസ് അടിച്ചു. അത് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഈ ട്രേഡ് ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി താഴത്തോട്ട് വന്നു. താഴത്തുനിന്ന് കുറച്ച് ആൾക്കാരെ എല്ലാം അടിച്ചിട്ട് തിരിച്ച് മുകളിലോട്ട് പോയി. താഴത്തേക്ക് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് തിരിച്ച് താഴത്തേക്ക് വന്നു. പിന്നെ ഇപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മുകളിലേക്ക് പോകുന്നുള്ളതാണ്. താഴത്തേക്ക് കുറേ സെല്ലേഴ്സിനെ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചൊരു മുകളിലേക്കുള്ളൊരു മൊമെൻ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഈ ക്യാൻഡലിൽ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്തു, പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞാനത് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ എന്തായാലും ട്രേഡ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ ആയിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ലോവർ സൈഡിൽ നിന്നാണ് ഇപ്പോൾ ഈ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ടിവേറ്റ് ചെയ്ത് ഇപ്പോൾ തിരിച്ച് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ, ആ ട്രെൻഡ് ലൈനിൻ്റെ ആ എൻഡിലെത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയതിൻ്റെ ശേഷം അവിടെ നിന്ന് എക്സിറ്റ് ആവണോ അല്ല അവിടെ ട്രേഡിൽ ഹോൾഡ് ചെയ്യണമെന്ന് നോക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റിക്ക് റോക്കറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. ഇവിടുന്ന് ഇപ്പോൾ ഒരു പോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ കുറേ ആൾക്കാരെ എല്ലാം അടിക്കും. അപ്പോൾ ആ ഒരു മൊമെൻറ്റത്തിൽ നമുക്ക് നൈസിൽ എക്സിറ്റ് ആകാൻ പറ്റും. പക്ഷേ നോക്കട്ടെ. നൈസ് പോകുന്നുണ്ട്. എത്ര വരെ പോകുന്നില്ല കൂടി നോക്കണം. ഞാൻ ഓൾറെഡി ഇന്ന് നല്ലൊരു ലോസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ കോസ്റ്റിൽ എക്സിറ്റ് ആവാനേ നോക്കുകയുള്ളൂ. ഒരു 3K ടോട്ടൽ ലോസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ റെസിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട്. ആ റെസിസ്റ്റൻസിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യാന്നുള്ളത് നോക്കണം. അവിടുന്ന് തിരിച്ച് പിന്നെ ഒരു സപ്പോർട്ട് എടുത്ത് താഴത്തോട്ടന്നെ പോരുകയാണെന്നുണ്ടെങ്കിൽ പണിയാവും. ഷോർട്ട് കവറിങ് വന്നു. ഷോർട്ട് കവറിങ് റാലിയാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ടത്. പക്ഷേ ഇത്രയൊന്നും കണ്ടാൽ പോരാ. മുകളിലേക്ക് ഇനിയും കുറേ ഉണ്ട്. കുറച്ചും കൂടി മുകളിലോട്ട് പോകണം. ഈ ഗ്രീൻ ലൈനിൻ്റെ അടിയിൽ SL വെക്കുന്നുണ്ട്. അതിൻ്റെ താഴത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ SL കൊടുത്ത് നമുക്ക് എക്സിറ്റ് ആവും. ഓക്കെ, അതും SL അടിച്ചു. ഷോർട്ട് കവറിങ് വന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു വലിയൊരു ഹെവി മൂവ് അല്ല വന്നത്. ചെറിയൊരു ഷോർട്ട് കവറിങ്ങാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഒരു 4470 ലോസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ നല്ലൊരു സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും കൂടി എടുക്കും. ഓക്കെ ഗൈസ്, ഞാൻ ഒരു പൊസിഷനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ 4K ലോസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 4000 സംതിങ് പ്രോഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ലോട്ട് ഇച്ചിരി കൂട്ടി. നല്ലൊരു സെറ്റപ്പ് കറക്റ്റ് എൻ്റെ ട്രേഡ് പ്ലാനിലുള്ളൊരു സെറ്റപ്പ് വന്നപ്പോൾ ഞാൻ ഒരു 2 ലോട്ട് എക്സ്ട്രാ കൂട്ടിയതാണ്. കാരണം ഇന്ന് രാവിലത്തെ കുറച്ച് മിസ്റ്റേക്ക് കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ടായിരുന്നു. ട്രെൻഡ് ലൈനിൻ്റെ അടിയിൽ നിന്ന് സെല്ലേഴ്സിനെല്ലാം ബയേഴ്സിനെല്ലാം റിമൂവ് ചെയ്തതിൻ്റെ ശേഷം തിരിച്ചൊരു ഷോർട്ട് കവറിങ് എന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അത് അതേപോലെ തന്നെ കിട്ടി. നോക്കട്ടെ. ഷോർട്ട് കവറിങ് നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് വന്നിട്ടുണ്ട്. സെല്ല് അതിൻ്റെ ടാർഗറ്റ് ഒരു 2500 ഉള്ളൂ. പക്ഷെ ഇന്ന് കുറേ നല്ല ലോസ് വന്നതല്ല. അതൊരു
1:1 എങ്കിലും കിട്ടുമോ നോക്കണം. 3200 ഒരു 5K ആണ് ടാർഗറ്റ് ഇന്നത്തെ. ലോട്ടും കൂടുതലുണ്ട്. നല്ല ഷോർട്ട് കവറിങ് ആണെന്നുണ്ടെങ്കിൽ 5K ഒക്കെ ഈസി ആയിട്ട് കിട്ടും. 4000 ഓക്കെ. ഒരു 30 ലോട്ട് ഞാൻ സെല് ചെയ്യാൻ പോവാണ്. ഇനി 60 ലോട്ടുണ്ട്, 60 ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, ലാസ്റ്റിലെ ഒരു 30 ക്വാണ്ടിറ്റി ഞാൻ സെല് ചെയ്തു. ടോട്ടൽ പ്രോഫിറ്റ് 5137. ഓക്കെ, അപ്പോൾ GG ബോയ്സ്.